അളിയാ, ഇന്നു മുതലും നമുക്കിടയിലുള്ള അളിയനളിയൻ ബന്ധം തീർന്നു. അതെന്താ അവസാന ദിവസം? എടാ വൃത്തികെട്ടവനെ, ഒന്ന് ആലോചിച്ച് നോക്കടാ. ഇതൊക്കെ അറിഞ്ഞ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ ജീവനോടെ വെക്കത്തില്ല. ആരതി വെറും ഒരു പാവം കുട്ടിയാ. അവളോട് എന്ത് പറഞ്ഞാലും വിക്കിയോട് ക്ഷമിക്കും. പിന്നെ എന്റെ ആദ്യ വലിയ വഴക്കുണ്ടാക്കിയാലും അവസാനം സിദ്ധാർത്ഥനോട് ക്ഷമിക്കും. പക്ഷെ എന്റെ ആ കഴുതക്കുട്ടിയോ, ആ റൗഡി ബേബി, ആ പെണ്ണ് എന്നെ വെറുതെ വിട്ടെന്ന് വരില്ല. സിദ്ധാർത്ഥ്, പോയി ഡോർ ഓപ്പൺ ചെയ്. ചേട്ടാ, നിങ്ങളുടെ അളിയനും അനിയനും ജീവിച്ചിരിക്കുന്നത് കാണാൻ ഒരു താല്പര്യമില്ലേ? എന്തോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന പോലെ ഡോർ തുറക്കാൻ വേണ്ടി പോവാണോ? നിനക്കല്ലേ ഭാര്യയെ പേടിയില്ല എന്ന് മുൻപേ വീമ്പിളക്കിയിരുന്നത്? എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? നിങ്ങളുടെ രണ്ടാളെ ധൈര്യമൊക്കെ എനിക്ക് മുൻപേ തന്നെ അറിയുന്ന. പോയേ സിദ്ധാർത്ഥ്, ഡോർ ഓപ്പൺ ചെയ്. ഇന്നെന്റെ ബർത്ത്ഡേ അല്ല, എന്റെ ഡെത്ത് ഡേ. ആദ്യ, ആരതി, അമൂല്യ, അതിഥി, എല്ലാരും കൃത്യസമയത്ത് എത്തിയല്ലോ. കുറച്ച് വൈകി വന്നാൽ മതിയായിരുന്നു. സിദ്ധാർത്ഥ്, എന്തു പറ്റി? നിങ്ങക്ക് കുടിച്ചിട്ടുണ്ടോ? ആണോ ഏട്ടാ? എത്ര കുടിച്ചു? നിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഹേയ്, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. കേറി വാ, അകത്തേക്കോ വാ. ആദ്യ, അളിയാ, ഇവിടെ നല്ല ബഹളമായിരിക്കും എന്ന് വിചാരിച്ചു വന്നപ്പോ എന്താ എല്ലാരും സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ഞങ്ങളോ? ഏയ്, ഞങ്ങളങ്ങനൊന്നും സൈലന്റ് ആവില്ല. നിങ്ങളെല്ലാരും വന്നില്ലേ, അതിന്റെ ഒരു സൈലൻസാ. ഇത്ര നേരം ഇവിടെ എന്ത് ബഹളായിരുന്നോ? എന്ന് വെച്ചാ നിങ്ങൾ ഇത്രയും നേരം നന്നായിട്ട് ആഘോഷിക്കായിരുന്നു. പക്ഷെ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് ഇഷ്ടായില്ലെന്നല്ലേ? അതെ അമ്മോ, നമ്മൾ എന്തൊക്കെ വിചാരിച്ചിട്ടാ തിരിച്ചു വന്നേ? ഇതൊരുമാതിരി മാസ്റ്റർ പിള്ളേരെ വഴക്ക് പറഞ്ഞ പോലെയാ നിപ്പ്. സത്യത്തിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് തന്നെയല്ലേ? എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിക്കി ചേട്ടന് സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാ എനിക്കും ആശ്ചര്യം തോന്നുന്നത്. എന്താ ചേട്ടാ കാര്യം? അത് പിന്നെ അങ്ങനെയൊന്നുമില്ല. ആദ്യ മോള് കേക്ക് കൊണ്ടുവന്നോ? ദാറ്റ്സ് ലവ്ലി. വരൂ, കട്ട് ചെയ്യാം നമുക്ക്. കേക്ക് കിട്ടിയ കേക്കല്ലേ? ആ, കട്ടയാലോ. ഏയ് സിദ്ധാർത്ഥ്, ബർത്ത്ഡേ സോങ് പാടിയിട്ടില്ല, കാൻഡിൽ കത്തിച്ചിട്ടില്ല, അതിനു മുമ്പ് കേക്ക് കട്ട് ചെയ്തോ?
അതൊക്കെ ചെയ്യാലോ. ആ ആ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു സിദ്ധാർത്ഥ്, ഹാപ്പി മതി മതി മോളെ, മതി മതി. ഇന്നെ. കട്ട് ചെയ്തില്ലേ? ഇനി ക്യാൻഡിൽ എത്തിക്കോ. ആ ഇപ്പൊ കത്തിക്കാം. ഇനി അടുത്തത് ഇതും കത്തിക്കണല്ലേ? അല്ല, നിങ്ങൾ എന്തിനാ മുഴുവനും പ്രോസസ്സും തിരിച്ചു ചെയ്യുന്നേ? എന്തിനാ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നേ? കോംപ്ലിക്കേറ്റ് ആയി. എല്ലാം കോംപ്ലിക്കേറ്റ് ആയി പോയി. അതെ മോളെ, സ്വല്പം കോംപ്ലിക്കേഷൻസ് ഉണ്ട് ആദ്യ. അല്ല, നിങ്ങളെല്ലാവരും എന്തിനെ പറ്റി സംസാരിക്കുന്നത്? എന്ത് കോംപ്ലിക്കേറ്റ്? അതെ ആദ്യ, വളരെ കോംപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്. കണ്ണു ചേട്ടാ, കേക്ക് കട്ട് ചെയ്യ് സിദ്ധാർത്ഥ്. ആ കട്ട് ചെയ്യാം. സിദ്ധാർത്ഥ്, നീ തന്നെ കഴിക്കുകയാണോ? ആ പിന്നെ എന്റെ ബർത്ത്ഡേ അല്ലേ? സിദ്ധാർത്ഥ്, ഓ നിനക്ക് തരണമായിരുന്നല്ലേ? വേണ്ട, ഞാൻ തന്നെ തരാം. എനിക്ക് ഒന്ന് വെറുതെ ഇരിക്കും. എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആകെ തിരിഞ്ഞു മറിഞ്ഞോ കിടക്കുന്നേ. എല്ലാം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴിക്കാം. ഇപ്പൊ നമുക്ക് കൈയടിക്കാം. ആദ്യ നീ എങ്ങോട്ടേ പോകുന്നേ? വാഷ്റൂമിലേക്ക്. സിദ്ധാർത്ഥ്, എന്തിന്? വാഷ്റൂമിലേക്ക് പോണം തോന്നുമ്പോഴല്ലേ വാഷ്റൂമിലേക്ക് പോകുന്നേ? അങ്ങനെ വെറുതെ വാഷ്റൂമിലൊന്നും പോകാൻ പറ്റില്ല. സിദ്ധാർത്ഥ്, എന്താ പറ്റിയ? എത്ര കുടിച്ചേ? ചേ ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ. ഇത്രയെന്ന് പറഞ്ഞ ഒത്തിരി ഉണ്ടാവുമല്ലോ അല്ലേ? നീ ചുമ്മാ കോമഡി പറയല്ലേ. സിദ്ധാർത്ഥ്, നോക്ക്, ഇന്ന് നീ എങ്ങോട്ടേക്കും പോകാൻ പാടില്ല. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് മറക്കരുത്. എന്റെ കൂടെ നിൽക്കണം. സിദ്ധാർത്ഥ്, എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ? ആ വേണം തീർച്ചയായിട്ടും വേണം. നീ ഇവിടെ തന്നെ നിന്നാ മതി. എന്നിട്ട് വേഗം പോണം. ഏയ് ഒന്നുമില്ല കിടന്നോ. ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഏയ് അവിടെ എന്ത് ശബ്ദം കേൾക്കാനാ? ഒന്നുമില്ല. നീ സ്റ്റെപ്പ് തെറ്റിയതാ. ആരാ ഇവിടെ വന്നത്? എന്താ ഇവിടെ നടക്കുന്നേ? ആരുമില്ലല്ലോ. കുടിച്ചത് ഞാനാണോ നീയാണോ? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നിന്നെ ഭാര്യയെ കിട്ടിയത് എന്റെ പുണ്യം തന്നെയാണ്. അതാണ് സത്യം. കുടിച്ചു കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പഴാ കാണുന്നത്. കറക്റ്റാ. സിദ്ധാർത്ഥ്, ഞാൻ വരുമ്പോ ഡോർ ക്ലോസ് ആയിരുന്നല്ലോ. അത് പിന്നെ കാറ്റടിച്ചിട്ടായിരിക്കും. അടുത്ത തവണ നിങ്ങൾ കുടിച്ചു നോക്ക്. നിങ്ങളുടെ കാര്യം ഞാൻ തീരുമാനാക്കി തരാം. ആദ്യ ആ ഇപ്പോഴെന്തോ പറഞ്ഞില്ലേ? അതൊന്ന് മലയാളത്തിൽ പറഞ്ഞ. നെക്സ്റ്റ് ടൈം നിങ്ങൾ കുടിക്ക്, അപ്പൊ നിങ്ങളുടെ കാര്യം തീരുമാനാക്കി തരാം. ഓ അതായിരുന്നല്ലേ. അതിനാണല്ലോ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. ദൈവം കാത്തു. പിന്നെ
വേറെന്തോ ഒരു വാക്കുകൂടി നീ പറയുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങക്ക് ഭ്രാന്ത കുറച്ചേരൊന്നും മിണ്ടാതിരിക്കും. ആ അതാണോ? കറക്റ്റാ. അല്ല ഭാര്യ, ഭർത്താവ് ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾ ലഗേജ് എടുക്കാനുള്ളവരാണോ? ഇത് തമാശ. എന്ന് വെച്ചാ വിക്കി എന്നെ കല്യാണം കഴിച്ചത് വിക്കിയുടെ ലഗേജ് എടുക്കാൻ വേണ്ടിട്ടാണോ? അത് ശരി, എന്റെ കയ്യിൽ ഒരു ലഗേജും ഉണ്ടായിരുന്നില്ലല്ലോ. അതെല്ലാം പിടിച്ചോണ്ട് വന്നത് അതിഥിയും അമ്മൂല്യം കൂടിയിട്ടാണല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് ഒരുപാട് എടുത്ത് കുടിക്കരുതെന്ന്. ഇതിപ്പോ മൂക്കറ്റം വരെ കുടിച്ചിട്ട് ഞാൻ നിങ്ങളുടെ ഭാര്യ ആര്യതയാണെന്ന് വല്ല ബോധമുണ്ടോ? അയ്യോ, ആരുമില്ലാന്ന് പറഞ്ഞേ. നീ എന്റെ ഡക്ക്, എന്റെ ഡാഗിനി. അല്ല, ഞാൻ പറഞ്ഞു തരുന്നത്, ഒരു ഷോപ്പിൽ നിന്ന് മറ്റൊരു ഷോപ്പിലേക്ക് പോകുമ്പോ ഡ്രസ്സൊക്കെ ഉള്ള ബാഗ് നീ തന്നെയല്ലേ പിടിക്കുന്നേ? എന്റെ തങ്കക്കൂടെ ഭാരമൊക്കെ പിടിച്ചേക്കുമ്പോ എന്റെ ഹാർട്ടിനല്ലേ മോളെ വേദനിക്കുക. അത് പറയാനാ വന്നേ. ഇവിടെ ഞാനുണ്ടല്ലോ എന്ന്. അല്ല, ഞാൻ വിളിച്ച പോലും വിക്കി എന്റെ കൂടെ ഷോപ്പിങ്ങിന് വരാറില്ല. ഇപ്പൊ നോക്കിക്കേ, സോപ്പിട്ടങ്ങ് പതപ്പിക്കോ എന്ന് വെച്ചാ എന്റെ അടുത്ത് എന്തോ മറക്കുന്നുണ്ടെന്ന് സാരം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാവേ. അത് വിക്കി, ഇതെന്ത് പറ്റി? നമ്മുടെ വീട്ടിൽ എങ്ങനെയാ കറണ്ട് പോയത്? അതോ ഞാൻ വിളിക്കുന്നത്, ഈ സമയത്ത് കറണ്ട് പോകാറില്ലല്ലോ. അല്ല വിക്കി, കറണ്ട് പോയാലും നമ്മുടെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടല്ലോ. അത് കേടായാലും ഇവിടെ സോളാർ ഉണ്ടല്ലോ. ഇതെല്ലാം ഉണ്ടായിട്ടും ഇവിടെ കറണ്ട് പോകുന്നത് എങ്ങനെയാ? എന്തെങ്കിലും ആവട്ടെ, പക്ഷെ നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ആയില്ലേ. നീ വാ, ബാൽക്കണി പോവാ. അകത്താണെങ്കിൽ അന്ധകാരം, പുറത്ത് നല്ല വെളിച്ചം. ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കുന്നു. നല്ല പഴക്കമുള്ള വിസ്കി സ്കോച്ച് പോലെ. ഒന്ന് പോവിക്ക്. വിക്കി എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെയാ. ഭയങ്കര ഫേക്ക് ഭർത്താവായിക്കൊണ്ട്. അതെ അതെ അതെ, ഫേക്ക് ഭർത്താവാ ഞാൻ. ഇപ്പൊ വരാവേ, ഇപ്പൊ വരാവേ. ഹായ്, കറണ്ട് വന്നു. വന്നു വന്നു, നമ്മുടെ വീട്ടിൽ കറണ്ട് വന്നു. അല്ല വിക്കി, വിക്കി നേരത്തെ ഈ വഴി പോയപ്പോ കറണ്ട് പോയി. ഇപ്പൊ വീണ്ടും അതേ വഴി പോയപ്പോ കറണ്ട് വന്നു. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? നീ സീരിയൽ മാറി ഷെർലോക്ക് ഹോംസ് എല്ലാം കണ്ടോ? ഷെർലക് ഹോംസോ? ആരാ അത്? അതൊരു ഡിറ്റക്റ്റീവാ. വന്നേ വന്നേ, നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാ.